ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ. ഈ മാസം 26 വരെ പത്രിക പിൻവലിക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥികൾക്കൊപ്പം മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ളവർക്ക് നാളെ വരെ അവസരം. ലോക ജലദിനത്തിൽ ജലം സംരക്ഷിക്കാനും ഉത്തരവാദിത്തത്തോടെയുള്ള വിനിയോഗം ഉറപ്പാക്കാനും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പാചകവാതകവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തേക്ക്. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മറ്റ് 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കും പഴുതടച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ആകെയുള്ള 2,18,807 പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാർക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടർമാരിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിനായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ, അംഗീകൃത തിരിച്ചറിയൽ രേഖകളുടെ പട്ടിക, വോട്ടിംഗ് പ്രക്രിയ എന്നിവ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന്റെയും പ്രചാരണ പരിപാടികളുടെയും തിരക്കിലാണ്. ഇന്ന് പത്രിക സ്വീകരിക്കില്ല. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. ഈ മാസം 26 വരെ പത്രിക പിൻവലിക്കാം. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. മെയ് 4 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നു. LDF-നായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. ഏപ്രിൽ 3 വരെയുള്ള ദിവസങ്ങളിലായി 48 കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കും. CPIM നേതാക്കളായ MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരും പൊതുയോഗങ്ങളിൽ സംസാരിക്കും. UDF-നായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചാരണത്തിനെത്തും. ഈ മാസം 25 കോഴിക്കോട് നടക്കുന്ന റാലിയോടെ പ്രചാരണം ആരംഭിക്കും. NDAയുടെ പ്രചാരണ പരിപാടികൾക്കായി കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള മുതിർന്ന ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. കനത്ത ചൂടിലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളും സജീവമായി രംഗത്തുണ്ട്. കണ്ണൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇന്ന് വൈകുന്നേരം മണ്ഡലത്തിൽ പര്യടനം നടത്തും. NDA കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി C രഘുനാഥ് പയ്യാമ്പലത്ത് വിവിധയിടങ്ങളിൽ പ്രചാരണത്തിനെത്തി. ധർമ്മടം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകുന്നേരം കടമ്പൂർ ഉമ്മൻചാണ്ടി മന്ദിരത്തിൽ സംഘടിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DD ന്യൂസും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന കോൺക്ലേവ് DD ഡയലോഗ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളം തീരുമാനിക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ MPമാരായ ജോൺ ബ്രിട്ടാസ്, ശശി തരൂർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർ ആദ്യ സെഷനുകളിൽ അതിഥികളായി എത്തി. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെഷനുകളിൽ AA റഹീം MP, CPIM നേതാവ് A സമ്പത്ത്, കോൺഗ്രസ് നേതാക്കളായ K മുരളീധരൻ, KS ശബരിനാഥൻ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിപാടി വൈകുന്നേരം 6 മണിക്ക് സമാപിക്കും. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ നാളെ വരെ സമയം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ജലം സംരക്ഷിക്കാനും ഉത്തരവാദിത്തത്തോടെയുള്ള വിനിയോഗം ഉറപ്പാക്കാനും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവന്റെ അടിസ്ഥാന ഘടകമായ ജലം ഭൂമിയുടെ ഭാവി രൂപപ്പെടുത്തുന്ന സുപ്രധാന ഘടകമാണെന്ന് പ്രധാനമന്ത്രി ലോക ജലദിന സന്ദേശത്തിൽ പറഞ്ഞു. ജലസംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ജലവും ലിംഗഭേദവും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക ജലദിനം. ജലസാക്ഷരത വളർത്തുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച വാട്ടർ വോളണ്ടിയർ ക്യാമ്പയിനിന്റെ ഭാഗമായി ഇന്ന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ ജലസഭകൾ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 2 ആറളത്ത് ജില്ലാതല ഉദ്ഘാടനം നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ശുദ്ധജലത്തിന്റെ ലഭ്യതയും സംരക്ഷണവും സംബന്ധിച്ച അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാട്ടർ വളണ്ടിയർ ക്യാമ്പയിൻ ജില്ലയിൽ ആരംഭിച്ചത്. സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ലിംഗസമത്വത്തിന്റെ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ധാരാളമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പറയുന്നു. ഇക്കാര്യം ഉയർത്തിക്കാട്ടിയാണ് ജില്ലയിൽ ഹരിത കേരളം മിഷന്റെയും കുടുംബശ്രീ മിഷന്റെയും ഭൂജല വകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ അയൽക്കൂട്ട ജലസഭകൾ നടത്തുന്നത്. പതിവ് അജണ്ടകൾ ആദ്യം പൂർത്തിയാക്കിയ ശേഷമാണ് ജലസഭ ആരംഭിക്കുക. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാ ടൈറ്റൻ എന്ന ചരക്കുകപ്പൽ കർണാടകയിലെ മംഗലാപുരം തുറമുഖത്തെത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള ഇന്ധനവില സ്ഥിരപ്പെടുത്തുന്നതിനായി കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ അസംസ്കൃത എണ്ണ വിൽക്കാൻ വ്യാഴാഴ്ച US താൽക്കാലിക പൊതു ലൈസൻസ് നൽകിയതിനു പിന്നാലെയാണിത്. അമേരിക്കയിലെ ടെക്സസിൽ നിന്നും പാചകവാതകവുമായി പിക്സസ് പൈനിയർ ചരക്കുകപ്പലും മംഗലാപുരം തുറമുഖത്തെത്തി. രാജ്യത്ത് നിലവിൽ ഇന്ധനക്ഷാമമില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് അധികമായി അനുവദിച്ച 20% വാണിജ്യ LPG വിഹിതം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോഴിക്കോട് ജില്ലയിൽ കോഴികളെയും താറാവുകളെയും ഉൾപ്പെടെ കൊന്നൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഒളവണ്ണ, പെരുമണ്ണ, കക്കോടി, പനങ്ങാട് പഞ്ചായത്തുകളിലും കോഴിക്കോട് നഗരസഭയിലെ കൊളത്തറയിലുമാണ് നടപടി പുരോഗമിക്കുന്നത്. കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിൽ 12ഓളം പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല ബാധിച്ച് 3 വയസ്സ് പ്രായമുള്ള കുട്ടി ഈ മാസം 15-ാം തീയതിയാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുന്നത്. പരിശോധനാ ഫലം പോസിറ്റീവായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും പെരുവയൽ ഗ്രാമപഞ്ചായത്തും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്തെ കിണറുകളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ഊർജിതമാക്കി. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ബോധവൽക്കരണ പരിപാടികളും നടന്നുവരികയാണ്. കടുത്ത വേനലിൽ ജലജന്യ രോഗങ്ങളായ ഷിഗല്ല ഉൾപ്പെടെയുള്ള വയറിളക്ക രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വയറുവേദന, പനി, വയറിളക്കം, ഛർദി, ക്ഷീണം എന്നിവയാണ് ഷിഗല്ല രോഗലക്ഷണങ്ങൾ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നാളെ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, നേത്രരോഗികൾ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെയാണ് കൊടിയേറ്റ്. ഏപ്രിൽ 1-ന് നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. അന്ന് രാത്രി 10-ന് നടയടയ്ക്കും. വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് ദർശനത്തിനെത്താം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. കൊടിയേറ്റോടുകൂടിയാകും ഉത്സവം ആരംഭിക്കുക. ഏപ്രിൽ 2-ന് ശംഖുമുഖം കടലിൽ നടക്കുന്ന ആറാട്ടോടുകൂടി പൈങ്കുനി ഉത്സവം സമാപിക്കും. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വോട്ടർമാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കൊല്ലം ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപിന്റെയും ആഭിമുഖ്യത്തിൽ പെഡൽ ടു പോൾസ് സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കളക്ടർ N. ദേവിദാസ് സൈക്ലത്തോണിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ. ഈ മാസം 26 വരെ പത്രിക പിൻവലിക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥികൾക്കൊപ്പം മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ളവർക്ക് നാളെ വരെ അവസരം.
ലോക ജലദിനത്തിൽ ജലം സംരക്ഷിക്കാനും ഉത്തരവാദിത്തത്തോടെയുള്ള വിനിയോഗം ഉറപ്പാക്കാനും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പാചകവാതകവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തേക്ക്. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.